1975 ഈസ്റ്റർ സൺഡേ റൂബർട്ട് കുടുംബം ഒരു സാധാരണ ആഘോഷ ദിനമായിട്ടാണ് തുടങ്ങിയത്. പക്ഷേ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അതൊരു ഭീകരമായ ദുരന്തമായി മാറി. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടുംബഹത്യയായി ഈ സംഭവം മാറുകയായിരുന്നു. ഇത് നടപ്പിലാക്കിയ ആൾ ഒരു പൊതു മനസ്സുള്ള അനിഷ്ടകരമില്ലാത്ത വ്യക്തിയായിരുന്നു. എന്നാൽ അവൻ തൻ്റെ കുടുംബത്തിലെ 11 പേരെ കൊന്നതിൻ്റെ പിന്നിലെ കഥ നമുക്ക് നോക്കാം. ജെയിംസ് ആർബർ റൂബർട്ട് 1934 മാർച്ച് 29 ചാരിറ്റി എന്ന അമ്മയ്ക്കും ലെനാർഡ് എന്ന അച്ഛനുമുള്ള മകനായി ജനിച്ചു. അവനും അവൻ്റെ മൂത്ത സഹോദരൻ ലെനാർഡ് ജൂനിയറും ഒഹോയിലെ ഹാൾമണ്ടിൽ വളർന്നു. പക്ഷേ ഈ കുടുംബജീവിതം പതിവ് കുടുംബങ്ങൾ പോലെ ആയിരുന്നില്ല. അവൻ്റെ അച്ഛൻ ലെനാർഡ് സീനിയർ വളരെ ക്രൂര സ്വഭാവമുള്ള ഒരാളായിരുന്നു. കുട്ടികൾക്ക് പീഡനപരിതമായ ബാല്യമാണ് ലഭിച്ചത്. കൂടാതെ അമ്മ ചാരിറ്റി എന്നും മൂത്ത കുട്ടിയോടായ ലെനാർഡിനെയാണ് ഇഷ്ടപ്പെട്ടത്. ജെയിംസിനോട് അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേണമെന്നോ ആഗ്രഹിച്ചതോ അല്ല നിന്നെ, നീ യാദൃശ്ചികമായി ജനിച്ചതാണ്. ഇതൊക്കെ ചേർന്നപ്പോൾ ജെയിംസ് ഒരു ഏകാന്തതയായ വ്യക്തിയായി മാറുകയായിരുന്നു. അച്ഛൻ വീട്ടിനുള്ളിൽ ചിക്കനുകൾ വളർത്താൻ തുടങ്ങി. അത് അവന് അലർജി ഉണ്ടാക്കും എന്നറിഞ്ഞിട്ടും അവരാരും അത് ശ്രദ്ധ പോലും വെച്ചില്ല. 1947 ജെയിംസ് 12-ാം വയസ്സായപ്പോൾ അവൻ്റെ അച്ഛൻ ക്ഷയരോഗം മൂലം മരിച്ചു. എന്നാൽ പീഡനം അവിടെ നിന്ന് അവസാനിച്ചില്ല. മൂത്ത സഹോദരൻ ലെനാർഡ് ജൂനിയർ അച്ഛൻ്റെ സ്ഥാനം ഏറ്റെടുത്തു. ജെയിംസിനെ ഇനിയും അധിക്ഷേപിക്കാൻ തുടങ്ങി. സഹായിക്കാൻ ഒരു സുഹൃത്ത് പോലും ഇല്ലായിരുന്നു ജെയിംസിന്. 16-ാം വയസ്സിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചു. വീട്ടിൽ നിന്ന് ചില തുണികൾ ഉപയോഗിച്ച് തോളിലിട്ട് തൂങ്ങിയെങ്കിലും അതിൽ വിജയിച്ചില്ല. ഇത് അവൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു തീരുമാനമായിരുന്നു. ഇനിയൊന്നും വേണ്ടെന്ന് വിചാരിച്ച ജെയിംസ് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കാനാവാതെ നിന്നു. കോളേജിൽ 2 വർഷം പഠിച്ചുവെങ്കിലും അത് ഉപേക്ഷിച്ചു. സഹോദരൻ വിജയിച്ചു. ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് പാസ്സായി നല്ല ജോലി നേടി. ഏറ്റവും വേദനാജനകമായത് ജെയിംസിന്റെ പഴയ പ്രണയിനിയായ എൽമയെ ലെനാർഡ് വിവാഹം കഴിച്ചു എന്നതാണ്. ജെയിംസ് ആഴ്ചകൾക്കും മാസങ്ങൾക്കുമൊക്കെ ജോലി ഇല്ലാത്തതിനാൽ അമ്മയുടെയും സഹോദരന്റെയും പക്കൽ നിന്ന് പണം വായ്പയെടുത്തു താങ്ങുകയായിരുന്നു. സഹോദരൻ എൽമയോടൊപ്പം 8 കുട്ടികളോടുകൂടി ഫെയിൽഫീൽഡിലെ വലിയ വീട്ടിൽ താമസിച്ചു. ജെയിംസ് ഗൺ കളക്ഷൻ ആരംഭിച്ചു. 357 മാഗൺ, 222 ഹാൻഡ് ഗണ്ണ്, ഒരു റൈഫിൾ എല്ലാം വീട്ടിൽ ഉണ്ടായിരുന്നു. പിന്നിൽ ദുഃഖം മറക്കാൻ മദ്യപാനം പതിവായി. 1973-74 സ്റ്റോക്ക് മാർക്കറ്റ് ഇടവിൽ തൻ്റെ പണം മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അമ്മ ചാരിറ്റി ഒരിക്കൽ പറഞ്ഞു, നിനക്ക് മദ്യം വാങ്ങാൻ പണമുണ്ട്,